വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഞാനിവിടെ ഏകദേശം 1 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും 1/2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് പുരട്ടി വെക്കുവാണ്. ഒരു 1.5-2 മണിക്കൂറോളം ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചുവന്നുള്ളിയൊന്നും എടുത്തിട്ടില്ല. മീഡിയം വലുപ്പത്തിലുള്ള 4 സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വിറകടുപ്പിലാണ് നമ്മളിന്ന് ചിക്കൻ കറി വെക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്തിട്ട് നമ്മൾ ഈ ഉള്ളി വാട്ടാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനും നമ്മൾ ആ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് വഴറ്റണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ടിങ്ങനെ വഴണ്ട് കിട്ടേ. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇപ്പോഴേ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എരിവും കൂടി ഇറങ്ങിക്കോളും. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഏകദേശം ഒരു 3 എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കീറിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുമ്പം പച്ചമുളകും കൂടെ ചതയ്ക്കാമേ. പിന്നെ ഒരു പകുതി തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുവാണ്. ഇനി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ പിരിയൻ മുളക് പൊടിയും കൂടി ചേർത്താണ് എടുത്തേക്കുന്നത്. അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടിങ്ങനെ പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറത്തക്ക രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ പച്ചവെള്ളമെല്ലാം ഒഴിക്കുന്നത് നന്നായിട്ട് ചൂടാക്കിയ വെള്ളമുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ചിക്കൻ വറുത്ത് കോരാതെ തന്നെ ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ഒരു കറി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചേർന്ന് പോവേ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാമേ. അപ്പം ചാറൊക്കെ ഏകദേശം ഒരുമാതിരി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയല്ല, കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണം. കാരണം നല്ല കുറുകിയ ചിക്കൻ കറിയാണിത്. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവൊക്കെ നന്നായിട്ടിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കൂടെ നമ്മളത് തുറന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഷ്ണങ്ങളും ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഏകദേശം ഒരു 12 കശുവണ്ടി പരിപ്പ് കുതിർക്കാനിട്ടിട്ട് അത് നന്നായിട്ടിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കശുവണ്ടി പരിപ്പ് ചേർക്കുമ്പം ചാറ് നന്നായിട്ട് കുറുകിയും വരും. അതുപോലെ തന്നെ ഗ്രേവിക്ക് ഭയങ്കര ഒരു ടേസ്റ്റും കൂടെ വരും. ലാസ്റ്റ് നമുക്കൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഒരെണ്ണം മതി. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതും കൂടി ഇതിലേക്ക് അങ്ങ് കീറിയിട്ട് കൊടുക്കാമേ. നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്താലും ലാസ്റ്റ് നമ്മൾ ഈ ചേർക്കുന്ന ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പം നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളേ. ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് മല്ലിയില ചേർക്കുന്നത്. ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മല്ലിയിലയും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.